എന്ത് രസമല്ലേ വറുത്തരച്ച കോഴിക്കറി. പത്തിരിയും കൂടി ഉണ്ടെങ്കിൽ ഉഷാറായി. ഈ പത്തിരി പറയാനും കഴിക്കാനും ഒക്കെ നല്ല എളുപ്പമാണ്. പക്ഷെ അത് ഉണ്ടാക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. പണ്ടുള്ളവരൊക്കെ പറയും പത്തിരിക്ക് 10 പാകമാണ്. അരി കഴുകി ഉണക്കി പൊടിച്ച് തരിച്ച് അളന്നെടുത്ത് ഉപ്പും വെള്ളവും ഒക്കെ പാകമാക്കി വാട്ടി നന്നായി കുഴച്ച് അത് പരത്തി ചുട്ടെടുക്കണം. അപ്പോഴേ അത് ഒരു പത്തിരി ആവുള്ളൂ കേട്ടോ. പിന്നെ പരത്തുമ്പോൾ റൗണ്ട് ഷേപ്പ് വരാനും ചുടുമ്പോൾ കരിയാതിരിക്കാനും നല്ലോണം ശ്രദ്ധിക്കണം. അങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്തപ്പോൾ ഞാനും ഇതുപോലെ റൗണ്ടിൽ പരത്തിയെടുക്കാനൊക്കെ പഠിച്ചു. ഇപ്പോൾ കുറച്ച് വലിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ആ വലിയ ബോൾസ് ഒരു 10-15 ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഈ വലിയവർക്ക് വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പത്തിരിയാണ് കേട്ടോ ചുട്ടെടുക്കുന്നതിന്. അപ്പോൾ ഈ വലിയ പത്തിരി ഞാൻ ചുട്ടെടുക്കുന്നത് നമ്മുടെ ദോശൻ്റെ തവിയിലാണ് കേട്ടോ. അപ്പോൾ ചെറിയതും വലിയതൊക്കെ നമ്മൾ പരത്തി നമുക്കത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചുട്ടു പാത്രത്തിലാക്കി. ഇനി നമുക്ക് നമ്മളെ ഈ വറുത്തരച്ച കോഴിക്കറിയും കൂട്ടിയിട്ട് ഇതങ്ങ് കഴിച്ച് നോക്കാം കേട്ടോ. ഈ പത്തിരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ക്ഷമയാണ് കേട്ടോ. അതുണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പർ പത്തിരി ചുട്ടെടുക്കാം കേട്ടോ. താങ്ക് യു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.